ഇന്നത്തെ റെസിപ്പി കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റൂട്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ക്യാരറ്റ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ ക്യാരറ്റാണുള്ളതെന്ന് വെച്ചാൽ 2 എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നവരെന്ന് വെച്ചാൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ ഇതൊന്ന് നമുക്കിതേപോലെ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കണം. വീഡിയോ കാണുന്നവർ ഒരു ഹാർട്ടോ അല്ലെങ്കിൽ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. നല്ലോണം അരയേണ്ട ആവശ്യമില്ല. ഒന്ന് നമുക്ക് ക്രഷ് ചെയ്യുന്ന പോലെ കിട്ടിയാൽ മതിയാവും കേട്ടോ. അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കാനുള്ള ഒരു പാകത്തിന്. അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 അച്ച് ശർക്കര ഒന്ന് ഉരുക്കാൻ വെക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ 3 അച്ച് ശർക്കര എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് എടുക്കുന്നത്. ഇത് പാകത്തിനുള്ള മധുരമാണ്. ഇനി ഇതൊന്ന് ഉരുക്കാൻ വെക്കാം. കൂടുതൽ വെള്ളം വേണ്ട കേട്ടോ. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കാൻ വെക്കാം. ഇനി ഇതാ നമുക്ക് ഇതിലേക്ക് റവ വേണം കേട്ടോ. നമ്മളെ ഗോതമ്പ് നുറുക്കില്ലേ, അതാണ് എടുത്തത്. അത് 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സില്ല, ആ 1 ഗ്ലാസ്സിന് 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ഗ്ലാസ്, നമ്മളിപ്പോൾ ഗോതമ്പ് നുറുക്ക് അളന്ന ആ 1 ഗ്ലാസ്സില്ലേ, ആ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതലാവാൻ പാടില്ല കേട്ടോ. 1 നുള്ളു മാത്രം മതിയാവും. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതാ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കിയ റവയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി വെക്കാം. അതൊന്ന് തിളച്ചൊന്ന് വെന്ത് വന്നോട്ടെ കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം നല്ലോണം വേവണം കേട്ടോ. അത് വെള്ളം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, വെന്തിട്ട് കണ്ടില്ലേ. ഇതേപോലെ നല്ലോണം വെന്ത് കിട്ടണം കേട്ടോ. നല്ലോണം വെന്ത് ഉടയുന്ന ആ ഒരു ടൈപ്പിലാണ് കിട്ടേണ്ടത്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. മുഴുവനായിട്ടും ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പാന് കഴുകുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു പാനിലേക്ക് തന്നെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് മാത്രം മതിയാവേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ആ ഒരു ക്യാരറ്റില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിൻ്റെ പച്ചമണം ഒന്ന് പോയി കിട്ടണം കേട്ടോ. അതുവരെ ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 മുറി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 മിനിറ്റ് ഇതേപോലെ ഒന്ന് തേങ്ങയും അതുപോലെ തന്നെ ക്യാരറ്റും കൂടി ഒന്ന് മിക്സാക്കി ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച ചോയ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ശർക്കര മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ ഒരു സമയത്ത് ഈ ഒരു ക്യാരറ്റിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. കുഴപ്പമില്ല, അതൊന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു ശർക്കര പാനി വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ക്യാരറ്റും അതുപോലെ തന്നെ തേങ്ങയും നല്ലോണം ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുക. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ല ജീരകമാണ് ഇട്ട് കൊടുത്ത 1 നുള്ളു മാത്രം മതിയാവും കേട്ടോ. നല്ല ജീരകം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മുടെ ശർക്കര പാനിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു റവയില്ലേ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. റവ മുഴുവനായിട്ട് ഞാൻ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു കൂട്ട് എല്ലാ ഭാഗത്തും റവൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയും മതിയാവും. കുറച്ച് നേരം ഇതേപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു. വെറുതെ ഒരു ഹാർട്ടെങ്കിലും അഭിപ്രായമായിട്ട് ഇടണം കേട്ടോ.
അപ്പോൾ ഇതാ ഇത്രയും മതിയാവും. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് ഇനിയിപ്പോൾ ചൂടാറിയിട്ട് ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയാന്ന് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഒന്നും കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ നമ്മുടെ ചാനലിൽ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ. എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്ക്. എന്തായാലും ഇഷ്ടമാവും കേട്ടോ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.